ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിക്കി കൗശാലിൻ്റെയും റാഷ്മിക മന്ദാനയുടെയും ഏറ്റവും പുതിയ സിനിമയായ ചാവയുടെ ടീസറാണ്. നമ്മുടെ AR റഹ്മാനാണ് അതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടീസർ ഒന്ന് കണ്ടു നോക്കാം. छत्रपति शिवाजी महाराज को शेर कहते हैं और शेर के बच्चे को शिवा गया पर अपनी सोच जिंदा छोड़ गया. ടീസറിലേക്ക് വരികയാണെങ്കിൽ കൂടുതലും ഒരു ആക്ഷൻ സീക്വൻസാണ് കൂടുതലും ഉള്ളത്. നമ്മുടെ വിക്കി കൗശാൽ ലൈക്ക് നെവർ ബിഫോർ എഴുതി കാണിക്കും പോലെ തന്നെയാണ് നമ്മൾ ഇതുവരെ കണ്ടൊരു വിക്കി കൗശാൽ അല്ല. എനിക്ക് തോന്നുന്നു ബാഹുബലിക്ക് ശേഷമല്ല, അതിന് മുന്നേ നമ്മുടെ ബോളിവുഡിൽ ഇങ്ങനത്തെ പഴയകാല പീരിയോഡിക് ഫിലിംസ് ഒരുപാട് വരാറുണ്ട്. ക്വാളിറ്റിയുള്ള ഒരുപാട് ജോധ അക്ബർ പോലുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആക്ഷനിലൊക്കെ എനിക്ക് തോന്നി ഇത് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇപ്പം സ്റ്റാർട്ടിങ്ങിലെ ഷോർട്സ് ആയാലും പിന്നെ ഒരു പുള്ളി ചാടി ഒരു ബിൽഡിങ്ങിൽ ഒരു ചുവരിലേക്ക് ചാടി കയറുന്ന സംഭവം, അതെല്ലാം നമുക്കൊരു റോപ്പോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തോന്നുന്നില്ല. നല്ല ഒറിജിനാലിറ്റി ആയിട്ട് സാധനമുണ്ട്. പിന്നെ കോസ്റ്റ്യൂംസ് എല്ലാം നമ്മുടെ ഒരു ജോധ അക്ബർ അങ്ങനത്തെ ഒരു അവിടുത്തെ ഒരു നോർത്ത് ഇന്ത്യൻ ശൈലി തന്നെയാണ്, ഒരു പീരിയോഡിക് ശൈലി തന്നെയാണ് ഉള്ളത്. എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ എനിക്ക് ഇവരുടെ പേരറിയില്ല, നോക്കിയോട്ടെ ഡയറക്ടർ ആരാന്നുള്ളത്. പിന്നെ സിനിമാറ്റോഗ്രാഫിയിലേക്ക് വരുമ്പോൾ ഒരു രക്ഷയില്ല, നല്ല കളർഫുള്ളാണ് സാധനം. യുദ്ധ സീനൊക്കെ നല്ല ഡീറ്റെയിലിംഗ് ആണ്. സ്ലോ മോഷൻ ആവശ്യമുള്ള സ്ഥലത്തെല്ലാം സ്ലോ മോഷനാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മുടെ സബ്ജക്റ്റ്, അതായത് നായകൻ ഡിഫറെൻ്റായിട്ട് നിൽക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം അത്രയും ബ്ലറെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം സിനിമാറ്റോഗ്രാഫി നന്നായിട്ടുണ്ട്. അപ്പം ഡയറക്ടർ ലക്ഷ്മൺ ഉദേക്കറാണ്. ഋഷി വിർമാണിയാണ് അതിൻ്റെ എഴുത്ത്. മ്യൂസിക് AR റഹ്മാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. മ്യൂസിക് അങ്ങനെ ഒരു ടീസറല്ലേ, ഏകദേശം 1 മിനിറ്റും 12 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അപ്പം ടീസറിൽ എത്രത്തോളം നമുക്ക് മ്യൂസിക് കാണിക്കാൻ പറ്റും. ഇപ്പം കൂടുതൽ ആക്ഷൻ സീക്വൻസ് ആണ്, അപ്പം സൗണ്ട് എഫക്ട്സ് ഒരുപാട് വേണം. അപ്പം അതിനകത്ത് പുള്ളി ഒരു AR റഹ്മാൻ സാധനം ഉണ്ട്. പക്ഷെ നമുക്കൊരു AR റഹ്മാൻ്റെ ഒരു ഐക്കോണിക് സാധനമാവണമെന്നൊന്നും അങ്ങനെ എടുത്ത് പറയാനില്ല. ഒരു യൂഷ്വൽ മ്യൂസിക്കായിട്ട് ചിലപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ പുള്ളിക്കാരൻ നമ്മൾ ഞെട്ടിക്കും. ഉറപ്പാണ് AR റഹ്മാനാണ്. ഒരിക്കലും അയാൾ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ റാഷ്മിക മന്ദാനയുടെ ഒരു തരി പോലും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം ആയിരിക്കും. കാരണം ഒരു വാളിനൊപ്പമാണ് ഈ ചാവ എഴുതിയിരിക്കുന്നത്. ചാവയുടെ അർത്ഥം എനിക്ക് ഹിന്ദി അറിയില്ല, ഇനി വാളാണോ എന്ന് അറിയില്ല. അപ്പം ആ ഒരു സോഡിൻ്റെ സിമ്പലൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പം ചിലപ്പോൾ അങ്ങനെ ആവാം, എനിക്ക് അറിയില്ല. അങ്ങനെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യും, അല്ലെങ്കിലും കമൻറ്റ് ചെയ്യും, ഞാനത് നോക്കാം. അപ്പോൾ ഇത് എത്രയാണ് ഈ ടീസറിനെ പറ്റി പറയാനുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞു, വിഷ്വൽ പറഞ്ഞു, പക്കയാണ്. ഡയറക്ഷൻ നൈസാണ്. വിക്കി കൗശാൽ ഇതിൽ ടീസറിൽ പറയുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടൊരു വിക്കി കൗശാൽ അല്ല, അത്രയും എനർജറ്റിക്കാണ്. കാരണം ഈ ആദ്യ ആക്ഷൻ സീക്വൻസ് എല്ലാം പുള്ളി നല്ല ലൗഡായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അതിലെല്ലാം അത്രയും പീക്കായിട്ട് പുള്ളിയുടെ ഒരു എനർജി നമുക്ക് ഫീൽ ആവുന്നുണ്ട്. പിന്നെ ആക്ഷനും അത്രയും നന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാഹുബലിലൊക്കെ കാണുമ്പോൾ എന്തൊരു സാധനം എടുത്തിട്ട് ബാഹുബലിയിലാണല്ലോ ഓരോരോ ടൂൾസ് കൊണ്ടുവന്നത്. നമ്മുടെ പൽവാർ ദേവൻ്റെ മറ്റേ ബോൾ ഉണ്ടല്ലോ, ചങ്ങലേക്ക് കൊഴുത്ത ബോൾ, അതുപോലത്തെ ഒരു സംഭവം, ഒരു തടിയിൽ എന്തെന്തോ സംഭവം ഒരു ചങ്ങലയിൽ എന്തോ അറ്റത്തൊരു സംഭവം കൊളുത്തി ആൾക്കാരെ അടിക്കുന്ന ഒരു സംഭവത്തിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ട് സിനിമയിലേക്ക് വരുമെന്ന് തോന്നുന്നു. എന്തായാലും ടീസറിൽ ഞാൻ ഇമ്പ്രസ്ഡ് ആണ്. പിന്നെ നമുക്കൊരു ഇങ്ങനത്തെ ഒരു പീരിയോഡിക് സാധനം വരുമ്പോൾ ഒരു വൗ ഫാക്ടർ നമുക്ക് വേണമല്ലോ തിയേറ്ററിലേക്ക് നമ്മൾ എത്തിക്കാൻ. ജസ്റ്റ് ഒരു വിഷ്വലോ അതിലൊരു ആക്ഷൻ സീക്വൻസോ മാത്രം പോരില്ല. അങ്ങനെ ഒരു സംഭവം എനിക്കെന്തോ ഇനി ഞാൻ ഈ ഒരുപാട് ബോളിവുഡ് സിനിമ കാണുന്ന ഒരാളല്ല, സെലക്റ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. എന്നെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ടീസർ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നല്ല റിവ്യൂ വരുന്ന സാധനങ്ങൾ മാത്രമാണ് ഞാൻ കാണാറ്. അല്ലെങ്കിൽ സ്റ്റാർ സിനിമകളോ അങ്ങനത്തെ, അതായത് ശ്രദ്ധ ആകർഷിക്കുന്ന സിനിമകളും പിന്നെ അല്ലാതെ നല്ല റിവ്യൂ വരുന്ന ലാപ്പത്തെ ലേഡീസ് പോലുള്ള സിനിമകളും ഞാൻ കാണാറുണ്ട്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഹിന്ദി എനിക്ക് അത്രയ്ക്ക് വശമില്ലാത്തൊരു ലാംഗ്വേജാണ്, അതുകൊണ്ടാണോ എന്ന് അറിയില്ല. എനിക്ക് ഒരുപാടൊരു തിയേറ്ററിൽ പോയി കാണണം എന്നൊരു ഇമ്പ്രഷൻ എനിക്ക് ടീച്ചർ തരാൻ കഴിഞ്ഞിട്ടില്ല.
പിന്നെ അവസാനത്തെ ഒരു ഫ്രെയിമുണ്ട് പുള്ളിക്കാരൻ രാജാവിനെ പോലെ ഒന്നും ഒരു രക്ഷയില്ല. കാരണം നമുക്കൊരു പഴയ രാജാവിൻ്റെ ഒരു പിക്ചർ എന്തോ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ക്യാമറ മൂവ് ചെയ്യുന്നതാണോ എന്ന് തോന്നുന്നു. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആ ലുക്കും മാച്ച് ആവുന്നുണ്ട്. ആ കോസ്റ്റ്യൂമും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും എല്ലാം ആ പ്രോപ്പർ ആ ഒരു സീനിൽ ബ്ലെൻഡായി നിൽക്കുകയാണ്. അപ്പം അതൊരിക്കലും നമുക്കൊരു ഇപ്പോഴത്തെ കാലത്ത് ഒരു വിഷ്വൽ എടുത്തെന്ന് തോന്നത്തില്ല. അത്രയും ഒരു പഴയ പീരിയോഡിക്സ് ഒരു കാലഘട്ടമായിട്ട് അത്രയും ബ്ലെൻഡായി നിൽക്കുകയാണ് ആ ഫ്രെയിം. അത് നമുക്ക് ഒരു ആ സ്ഥലം എനിക്ക് നല്ലൊരു രോമാഞ്ചം എനിക്കൊരു ഷോട്ടായിരുന്നു ആ സംഭവം. അത്രയും ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ആ ഒരു എഫേർട്ട് ത്രൂ ഔട്ട് ഫിലിമിൽ കാണും. ഫിലിം അത്രയും രസമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ടീസറിനെ പറ്റി പറയാനുള്ളത്. അപ്പം ഇനി നമുക്ക് മറ്റൊരു ടീസറുമായി അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടിൽ ദെൻ ഗുഡ് ബൈ.